സോണ്ട് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ആ വലിയ എയർഷിപ്പ് അതങ്ങനെ പൊട്ടിത്തെറിച്ച് താഴേക്ക് വീഴുകയാണ്. ആ ചീഫ് ആണെങ്കിൽ വലിയ ഒച്ചയിൽ നിലവിളിച്ച് കരയും. കാരണം ആളുടെ മകനുള്ളത് ആ ഒരു എയർഷിപ്പിലാണ്. അവൻ അതിൽ കത്തിക്കരിഞ്ഞുവെന്ന് ആൾക്ക് മനസ്സിലാവും. മിസിഗാഗ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഉപയോഗിച്ച് ഇപ്പോ ചീഫിനെ അവിടെ നിന്ന് മാറ്റുകയാണ്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ദൂരേക്ക് മാറ്റി എല്ലാവരും ചേർന്ന് വാട്ടർ ജിപ്സു അതുപയോഗിച്ച് ആ ഒരു തീ അത് അണയ്ക്കുകയാണ്. അതേസമയം ഇവിടെ ഒരു മെറ്റൽ പീസ് വന്ന് ഇടിച്ച് കട്ടാസ്കി ഡോക്ടറിന്റെ തലയിൽ ഇഞ്ചറി സംഭവിച്ചു. ബ്ലഡ് ഒക്കെ ഒഴുകി ആളങ്ങനെ വീണ് കിടക്കുകയാണ്. സാറുടെ ആണെങ്കിൽ ബാക്കിയുള്ള ടീംമേറ്റ്സിന്റെ കയ്യിൽ ആളെ ഏൽപ്പിക്കും. ഞാൻ എത്രയും വേഗം എന്താ നടക്കണമെന്ന് നോക്കിയിട്ട് തിരികെ എത്താന്ന് പറഞ്ഞ് അവൾ അങ്ങനെ കടന്നു പോകും. കട്ട് ചെയ്താ ഇവിടെ കാഗുറ അവനാണെങ്കിൽ എന്തോ കാര്യമായിട്ട് സംഭവിച്ചു എന്ന് മനസ്സിലാക്കി ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ കണക്ഷൻ അത് കറക്റ്റ് ആയിട്ട് വർക്ക് ആവില്ല. അവനാണെങ്കിൽ അവിടെയുള്ള സോൾജേഴ്സിനെ തണ്ടർ ട്രെയിനിലൂടെ ഹെഡ് ഓഫീസിൽ എന്താ സംഭവിച്ചെന്നറിയാൻ പറഞ്ഞു വിടും. കൂടെ ബൊറൂട്ടോയും പോകാനായിട്ട് റെഡിയായി ആ ട്രെയിനിൽ കയറാനായിട്ട് ശ്രമിക്കുമ്പോഴായിരിക്കും അടുത്ത നിമിഷം തന്നെ അവിടെ ഉണ്ടായിരുന്ന പവർ അത് കംപ്ലീറ്റ് കട്ടാവുക. ബിൽഡിങ്ങിന്റെ ഒരു ഭാഗം അതങ്ങനെ തകരുന്നതായിട്ട് അവർ കാണും. എല്ലാവരും പേടിയോട് കൂടെ ഒരു ഭാഗത്തേക്ക് നോക്കും. അത് മറ്റാരുമല്ല, ലാസ്റ്റ് എപ്പിസോഡിൽ കടലിൽ കണ്ട ആ പൈറട്ട് വില്ലൻ. അവനാണെങ്കിൽ അവന്റെ ടീംമേറ്റ്സുമായിട്ട് അവിടേക്ക് കടന്നു വരികയാണ്. ഓ പേടിച്ചു പോയോ, ഞങ്ങളിവിടെ ചെറിയൊരു വേട്ടയ്ക്ക് വന്നതാണെന്ന് പറഞ്ഞ് അവനങ്ങനെ ഹായ് ആയിട്ട് സ്റ്റൈലായിട്ട് നിൽക്കും. സോൾജേഴ്സ് ആണെങ്കിൽ വാക്കി ടോക്കി ഉപയോഗിച്ച് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ സിഗ്നൽ ആണെങ്കിൽ കണക്ട് ആവില്ല. അടുത്ത നിമിഷം വില്ലന്മാര് അവർ വാട്ടർ സ്റ്റൈൽ പവർ അതുപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന ഓരോരോ സോൾജേഴ്സിനെയും തല്ലി തല്ലി തകർക്കുകയാണ്. കാഗുറയാണെങ്കിൽ ഞൊട്ടിയിടയിൽ ഇപ്പൊ ആ സെല്ലിന്റെ അകത്തേക്ക് പോവാണ്. അവന്റെ തൊട്ടു പിന്നാലെ ബൊറൂട്ടോയും. കാഗുറയാണെങ്കിൽ ബൊറൂട്ടോട് പറയും, ഇവിടെ ലക്ഷ്യം ഒരുപക്ഷെ ഏതെങ്കിലും പ്രിസണേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് എത്രയും വേഗം അവരെ എല്ലാവരെയും ലോക്ക് ചെയ്യണം. നീ ഇവിടെ നിന്ന ജീവൻ ആവത്താണ്. സോ എത്രയും വേഗം നീ ഇവിടുന്ന് പോകണം. അതിന് ബൊറൂട്ടോ പറയും, അയ്യോ ഇല്ല ഇല്ല, എനിക്ക് കുഴപ്പമില്ല. ഞാനും ഈ ഒരു സിറ്റുവേഷനിൽ നിന്നോടൊപ്പം ചേർന്ന് നിൽക്കും. അവിടെ എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അകത്തേക്ക് പോകും. അടുത്ത നിമിഷം ആ വില്ലന്മാരാണെങ്കിൽ ആ പ്രിസണിൽ മുഴുവൻ വെള്ളം അങ്ങനെ ഫില്ല് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അതിൽ ഒരു വില്ലത്തിക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അവൾ അങ്ങനെ ഹാപ്പി ആയിട്ട് ടെററായിട്ട് നിൽക്കും. ഇവിടെ കാഗുറയും ബൊറൂട്ടോയും അവരൊരു സെൽ ഓപ്പൺ ചെയ്ത് പ്രത്യേക വിഭാഗത്തിലേക്ക് കടന്നു വരും. അവിടെയാണെങ്കിൽ വാട്ടർ ജിപ്സ് ഉപയോഗിച്ച് ഒരു പറ്റം സോൾജേഴ്സിനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാഗുറയാണെങ്കിൽ നിലവിളിച്ചു പറയും, ബൊറൂട്ടോ ഒരു കാരണവശാലും അതിൽ ടച്ച് ചെയ്യാൻ പാടില്ല. അത് വാട്ടർ ജിപ്സു ആണ്. അതിൽ തൊട്ടാൽ നീയും അതിൽ പെട്ടുപോകും. കാഗുറയാണെങ്കിൽ ഇപ്പൊ വാട്ടർ ജിപ്സുൽ ആഞ്ഞു വെട്ടി അവരെല്ലാവരെയും പുറത്തെടുക്കുകയാണ്. കാഗുറയാണെങ്കിൽ ആ വില്ലനെ കുറിച്ച് ചോദിക്കും. അതിനവനാണെങ്കിൽ ആ വില്ലന്റെ പേര് പറയാണ്. അതേസമയം മറ്റൊരു ഭാഗത്ത് ആ വില്ലന്റെ ടീമിലുള്ള ഒരാള് അവനാണെങ്കിൽ രക്തം തുളുമ്പും തോറും വീണ്ടും വീണ്ടും ഫോഴ്സിൽ വാട്ടർ അങ്ങനെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് വിട്ടുകൊണ്ടേയിരിക്കും. ആണെങ്കിൽ അവന്റെ വാട്ടർ പവർ ഉപയോഗിച്ച് ആ വാട്ടർ കിങ്ങിനെ അവനെ കണ്ടെത്തുകയാണ്. ഇവിടെ കാഗുറയാണെങ്കിൽ തീർത്തു പറയും, എന്റെ ഊഹം ശരിയാണ്. അവരുടെ ലക്ഷ്യം ആ ഒരു മെയിൻ വില്ലൻ തന്നെയാണ്. അവനെ കൊണ്ടുപോകാനാണ് ഈ ഒരു ദിവസം തന്നെ ചൂസ് ചെയ്തെടുത്തത്. സെറിമണി ആയതുകൊണ്ട് തന്നെ എല്ലാ സെക്യൂരിറ്റീസും അവിടെയാണ്. സോ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ആ വലിയ എയർഷിപ്പ് അത് അവർ തകർത്തു. ആ ഗ്യാപ്പിൽ അവരിവിടെ അറ്റാക്ക് ചെയ്ത് അവനെ കടത്താനാണ് അവരുടെ മെയിൻ ശ്രമം. ഇപ്പൊ റീഇൻഫോഴ്സ്മെന്റിന് വേണ്ടി നമുക്ക് ആരെയും വിളിക്കാനായിട്ട് കഴിയില്ല. ബൊറൂട്ടോ, നീ ഇവിടേക്ക് എത്തിയത് വലിയ അനുഗ്രഹം തന്നെയാണ്. തീർച്ചയായിട്ടും നിന്റെ സഹായം അത് ആവശ്യമാണെന്ന് പറഞ്ഞ് അവരിപ്പോ ആ സെല്ലിന്റെ അകത്തേക്ക് പോകും. അതേസമയം ഇവിടെയാണെങ്കിൽ എയർഷിപ്പിൽ പടർന്നു പിടിച്ചെത്തി അത് മുഴുവനായിട്ടും അണച്ചിരിക്കുകയാണ്. മിസുഗാഗയാണെങ്കിൽ പുറത്തെ ഗ്രാമത്തിൽ നിന്ന് വന്ന ആരും തന്നെ പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് സെക്യൂരിറ്റീസിനോട് പറയും. ഇവിടെ പരുക്ക് പറ്റിയവർക്ക് എല്ലാവർക്കും ജിപ്സും മെഡിസിൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരെല്ലാവരും ഹീൽ ചെയ്യുകയാണ്. കട്ട് ചെയ്താ ഇവിടെ ആ മെയിൻ വില്ലൻ ലോക്ക് ചെയ്തിരിക്കുന്ന പ്രസൻ കാണിക്കും. അവിടേക്കാണെങ്കിൽ ഒരു ഫിഷ് അതങ്ങനെ നീന്തി വരും. സെക്യൂരിറ്റീസ് ആണെങ്കിൽ ടെൻഷനായിട്ട് ചുറ്റും നോക്കും. എന്തോ ഒരു ശബ്ദം അത് അവർക്ക് കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്. അടുത്ത നിമിഷം ഒരു ഫിഷ് അതാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സോൾജിയറിനെ അങ്ങനെ കടിച്ചു പറിച്ച് മുകളിലേക്ക് കൊണ്ടുപോവാണ്. അവരെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പൊ ആ മെയിൻ വില്ലനും അവന്റെ അസിസ്റ്റന്റും ഡോർ തുറന്ന് അകത്തേക്ക് കയറി വരും. വില്ലനാണെങ്കിൽ സെക്യൂരിറ്റി അടിച്ചിട്ട് ഇപ്പോ ആ ഒരു ബബിളിൽ ലോക്ക് ചെയ്ത ആളെ രക്ഷിക്കാനായിട്ട് മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. ആ മെയിൻ വില്ലന്റെ ഫാദറാണ് ഇവിടെ ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവൻ ആ ഒരു വലിയ ബബിൾ തകർത്ത് ഫാദറിനെ പതിയെ താഴേക്ക് ഇറക്കും. അസിസ്റ്റന്റ് വില്ലനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിയുടെ ബോഡിയിൽ നിന്ന് വാട്ടർ അബ്സോർബ് ചെയ്തെടുത്ത് അത് ആ ഫാദർ വില്ലന് കൊടുക്കുകയാണ്. അവനാണെങ്കിൽ ഇപ്പൊ ഒരു ബോഡി ബിൽഡറെ പോലെ മാസായി പഴയതുപോലായി മാറും. അതിനുശേഷം ഒരു 3 പേരും പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പൊ അവര് കാണും കാഗുറയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് അവർക്ക് നേരെ പാഞ്ഞു വരുന്നത്. ബൊറൂട്ടോ ആണെങ്കിൽ റസംഗൻ പവർ ഉപയോഗിച്ച് ഫിഷിന്റെ വായിൽ ആഞ്ഞടിക്കും. അതേസമയം കാഗുറയാണെങ്കിൽ അവർ രണ്ടുപേരെയും പ്രൊട്ടക്ട് ചെയ്ത് ഒരു വാട്ടർ കവചം തന്നെ ക്രിയേറ്റ് ചെയ്യും. മെയിൻ വില്ലൻ ആണെങ്കിൽ ഒരു വാട്ടർ സ്റ്റൈൽ പവർ അതുപയോഗിച്ച് കാഗുറ ക്രിയേറ്റ് ചെയ്ത ആ ഒരു കവചം അത് തന്നെ മുഴുവനായിട്ടും
തകർത്തില്ലാതാക്കുകയാണ്. ആ ഫാദർ വില്ലനാണെങ്കിൽ അവരെയും വിളിച്ച് ഈസി ആയിട്ട് നടന്ന് മുൻപോട്ടേക്ക് പോകും. അതിനുശേഷം ഒരു ബോട്ട് എടുത്ത് ബാക്കിയുള്ള ആളുകളെ ലക്ഷ്യമാക്കി പോവുകയാണ്. ഫാദർ വില്ലനാണെങ്കിൽ ഇപ്പോൾ അവരുടെ ടീമിന്റെ വളർച്ചയെക്കുറിച്ച് ചോദിക്കും. അതിനാ മെയിൻ വില്ലൻ പറയും, ഓൾമോസ്റ്റ് എല്ലാ ഗ്രാമങ്ങളിലും ഇപ്പൊ നമ്മുടെ ആൾക്കാരുണ്ട്. മാത്രമല്ല ഈ ഒരു ഗ്രാമത്തിൽ നമ്മുടെ സൈന്യം ഇറങ്ങി ഇപ്പോൾ ഗ്രാമത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ഈ ഗ്രാമത്തിന്റെ ഭരണം മുഴുവനായിട്ട് നമ്മുടെ കൈകളിലാവുമെന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ ആ വില്ലന്റെ അസിസ്റ്റൻസ് അവരെല്ലാവരും ഗ്രാമത്തിലേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന സോൾജിയേഴ്സിനെയും ജനങ്ങളെ എല്ലാം തന്നെ അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. അപ്പൊ ദൂരത്തു നിന്നായിട്ട് കടലിന്റെ നടുവിൽ നിന്ന് വലിയൊരു ബോംബ് അത് കരയെ ലക്ഷ്യമാക്കി അങ്ങനെ പറന്നു വരികയാണ്. അവിടെയും ടീമും ആണെങ്കിൽ പാനിക്കായിട്ട് ഓരോ ഭാഗത്തേക്ക് ഓടാനായിട്ട് തുടങ്ങും. ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ അവിടേക്ക് ഓടി എത്തുകയാണ്. സാറുടെ ആണെങ്കിൽ ബൊറൂട്ടോട് ചോദിക്കും, ബൊറൂട്ടോ ഇത്രയും സമയം നീ എവിടെയായിരുന്നു? അതിനവൻ പറയും, ഞാൻ കാഗുരയുടെ കൂടെയായിരുന്നു. അവിടെ ിലേക്ക് ചില വില്ലന്മാരൊക്കെ കടന്നു വന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു മെയിൻ വില്ലനെ അവർ മോചിപ്പിച്ച് കൊണ്ടുപോയി. ഗാർഡ്സുകൾക്ക് ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റി. അവർക്കെല്ലാം ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ബാക്കപ്പിന് ആളെ വിളിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷെ ഇവിടുത്തെ സിറ്റുവേഷൻ അത് അതിലും മോശമാണ്. അതിന് സാറട പറയും, എന്താ സംഭവിച്ചെന്ന് അറിയില്ല, പെട്ടെന്ന് ആ ഒരു എയർഷിപ്പ് അത് പൊട്ടിത്തെറിച്ചു. അതിനുശേഷം ഒരുപാട് പേര് ഇവിടേക്ക് വന്ന് ഇവിടെയുള്ളവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. കട്ടാസ്കി ഡോക്ടറിന് ചെറിയ രീതിയിൽ പരിക്ക് പറ്റി. അദ്ദേഹത്തെ ചെക്കപ്പ് ചെയ്യാനായിട്ട് റൂമിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ മിസ്സുകാകയുടെ മാൻഷൻ കാണിക്കും. അവിടേക്ക് 2 സോൾജിയേഴ്സ് വന്ന് റിപ്പോർട്ട് കൊടുക്കുകയാണ്. ആക്ച്വലി പ്രിസണിലുള്ള ആ മെയിൻ വില്ലൻ അവനെ രക്ഷപ്പെടുത്താനാണ് അവന്റെ ടീംമേറ്റ്സ് ഇത്തരത്തില് ഒരു അറ്റാക്ക് നടത്തിയത്. ആ ഒരു മെയിൻ എയർഷിപ്പ് അത് തകർത്ത് നമ്മളെ ഡൈവേർട്ട് ചെയ്ത് അവർ ഈസിയായി അവനെ രക്ഷിച്ചു. മാത്രമല്ല നമ്മുടെ പ്രസിഡന്റ് അദ്ദേഹവും കൊല്ലപ്പെട്ടു. മറ്റൊരു ഭാഗത്ത് കാഗുരയാണെങ്കിൽ ഒരു ലേഡിയോട് പറയും, എന്റെ റെസ്പോൺസിബിലിറ്റി, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. കുറച്ചുകൂടെ വിജിലന്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു പറഞ്ഞ് അവൻ സാഡാവും. അതിനാൽ ലേഡി ആണെങ്കിൽ അവനെ സമാധാനിപ്പിക്കും. നീ കാരണമല്ല ഇങ്ങനെ ഒന്നും സംഭവിച്ചത്, ഇതിനൊന്നും കാരണക്കാരൻ നീ അല്ലാന്ന് പറഞ്ഞ് ആ പെണ്ണ് കടന്നു പോകും. മറ്റൊരു ഭാഗത്ത് ബൊറൂട്ടോ ആണെങ്കിൽ ഭയങ്കര ഷോക്ക്. കാരണം ഇപ്പൊ നടക്കുന്ന ഈ ഒരു വലിയ പ്രശ്നം അതാ ഏൻഷ്യൻസ് ഈ ഭാഗത്ത് പ്രതിഫലിക്കാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. ആക്ച്വലി അവിടെയാണ് ഡെങ്കിയാൻ ടീം ഒരു മിഷനുമായിട്ട് ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്നത്. മെയ്റ്റ്സിക്ക് ആണെങ്കിൽ ചില കാര്യങ്ങൾ കൂടെ കൂട്ടിച്ചേർക്കും. അവിടെ ഡെങ്കിയാൻ ടീം മാത്രമല്ല, ലീഫ് വില്ലേജിലെ റിസർച്ചേഴ്സും കൂടെ ഉണ്ട്. സോ അവരെയും നമ്മൾ തന്നെ രക്ഷിക്കണമെന്ന് പറയും. അപ്പൊ ദൂരത്തായിട്ട് കാഗുറ അവൻ ഈ കാര്യങ്ങൾ അതെല്ലാം കേട്ട് നിൽക്കുകയാണ്. കാഗുറയാണെങ്കിൽ അവരെ സമാധാനിപ്പിക്കും. നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞ് കാഗുറ അവൻ മിസ്സുകാകയെ വന്ന് കണ്ട് കാര്യങ്ങൾ പറയാണ്. മിസ്സുകാക പറയും, ആക്ച്വലി നീ ഏറ്റെടുക്കാൻ പോകുന്നത് വലിയൊരു ദൗത്യമാണ്. ഇതിൽ റിസ്ക് ഒരുപാട് കൂടുതലാണ്. വില്ലന്മാരുടെ കയ്യിൽ പെട്ടുപോയാൽ റീഎൻഫോഴ്സ്മെന്റിന് അയക്കാൻ ഇവിടെ സോൾജിയേഴ്സ് ഇല്ല. അതിന് കാഗുറയാണെങ്കിൽ അവന്റെ പ്ലാനിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ലീഫ് വില്ലേജ് ഷിനോബികളിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. മിസ്സുകാകയാണെങ്കിൽ അതിനെ ഓക്കെ പറഞ്ഞ് ഹിറുകാറി വെപ്പൻ അതിപ്പോൾ അവൻ എടുത്തു കൊടുക്കുകയാണ്. അവനാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് പ്രിസണിലേക്ക് ചെന്ന് ആരൊക്കെയോ അവന്റെ കൂടെ കൂട്ടുകയാണ്. മറ്റൊരു ഭാഗത്ത് ബൊറൂട്ടോ ടീം അവരാണെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് പോവാൻ കപ്പലിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അല്പസമയം കഴിയുമ്പോഴേക്കും കാഗുറ അവന്റെ ഓൾഡ് ടീമുമായിട്ട് കടന്നു വരികയാണ്. അവരെ കണ്ട് നമ്മുടെ ആൾക്കാർ ഷോക്കായി അങ്ങനെ നോക്കി നിൽക്കും. അവരെ കണ്ട് ടെൻസ്ഡ് ആവും. നീ എന്തിനാ ഇവരെല്ലാം ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നേ? അതിനാവും പറയും, ഇവരെല്ലാവരും നല്ല സ്കിൽഡ് ആണ്, തീർച്ചയായിട്ടും ഇവരെ നമുക്ക് ഹെൽപ്ഫുൾ ആവും. അത് കേൾക്കേണ്ട താമസം അവരെല്ലാവരും അവരുടെ ആയുധമൊക്കെ നിലത്തേക്ക് അങ്ങനെ ആഞ്ഞടിക്കുകയാണ്. ആ ബോട്ടിന്റെ ഡ്രൈവർ ആണെങ്കിൽ വിളിച്ചു പറയും, നിങ്ങൾ ഇനി അവിടെ നോക്കി നിൽക്കുകയാണോ? എത്രയും വേഗം വന്നിട്ടില്ല എങ്കിൽ ചാർജ് അത് ഞാൻ ഇരട്ടിയാക്കും. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ആൾക്കാരെല്ലാവരും ബോട്ടിലേക്ക് ചാടി കയറുകയാണ്. ബാക്കിയാണെങ്കിൽ മടിച്ചു നിൽക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ പിടിച്ചു വലിച്ച് അവനെ ബോട്ടിൽ കയറ്റി അങ്ങനെ പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.